السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. പ്രിയമുള്ളവരെ, രണ്ട് സ്വഭാവമുള്ള സ്ത്രീകളെ കുറിച്ചാണ് ഇന്ന് നാം സംസാരിക്കുന്നത്. ഈ സ്വഭാവം നമ്മുടെ ഭാര്യമാരിലുണ്ടെങ്കിൽ, ഈ വീഡിയോ കേൾക്കുന്ന ആരെങ്കിലും പെണ്ണുങ്ങളിൽ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കണം. കാരണം നമ്മുടെ കുടുംബജീവിതം സന്തോഷത്തിലാകണം, റാഹത്തിലാകണമെങ്കിൽ നാം മാറ്റേണ്ട രണ്ട് സ്വഭാവത്തെ കുറിച്ച് മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഈ സ്വഭാവം നാം മാറ്റാതിരിക്കുന്ന കാലത്തോളം നമ്മുടെ കുടുംബത്തിലുള്ള സന്തോഷം, സ്വസ്ഥത എല്ലാം നഷ്ടപ്പെട്ടു പോകും. ചെറിയൊരു ജീവിതമാണ്, എങ്കിൽ നാം ഇത് നഷ്ടപ്പെടുത്തണം. പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെ ഉണ്ടാകും. ആ സമയത്ത് നമ്മുടെ കുടുംബജീവിതത്തിന്റെ പ്രശ്നങ്ങൾ, നമ്മുടെ കുടുംബം സ്വർഗീയമായാൽ ഇതേ കുടുംബം നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ സാധിക്കും. കുടുംബം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുക എന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമാണ്. അപ്പോൾ ചില ആളുകൾക്ക് തോന്നും, കാരണം നാം ഇത്രയും കഷ്ടപ്പെട്ട് തഹജ്ജുദ് നിസ്കരിച്ചും എല്ലാ ഇബാദത്തുകളും ചെയ്ത് എന്നിട്ട് നാളെ പരലോകത്തും ഇതേ ഭാര്യയാണ് നമ്മുടെ കൂടെ കിട്ടുന്നത്, എന്നാൽ പ്രയാസല്ലേ, കാരണം ഇവിടെ തന്നെ സഹിക്കാൻ പറ്റുന്നില്ല, പിന്നെ പരലോകത്ത് പോയി തന്നെ കിട്ടുകയാണെങ്കിൽ നിസ്കരിക്കുന്നതിൽ എന്താ അർത്ഥമാണുള്ളത്? പ്രിയമുള്ള നമുക്ക് ഹൂർലിങ്ങൾ മതിയെന്ന് പറയുന്നവരോട് മനസ്സിലാക്കാൻ, നമുക്ക് നമ്മുടെ ഭാര്യമാർ അള്ളാഹു നൽകുകയാണെങ്കിൽ ഈ സ്വഭാവ ഗുണങ്ങളൊന്നും ആയിരിക്കില്ല. അള്ളാഹുവിന് മുഹൂർലിങ്ങളെക്കാളും വളരെ മനോഹരമായിരിക്കും നമുക്ക് നൽകുന്നത്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നല്ലൊരു ജീവിതം അള്ളാഹു നൽകട്ടെ. സ്വർഗത്തിൽ നമ്മുടെ ഭാര്യമാർ നമ്മുടെ കൂടെ വേണം. എന്നാൽ ദുനിയാവിൽ നാം ശ്രദ്ധിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ, അതുപോലെ അലി റളിയല്ലാഹു അൻഹു, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ, ഇങ്ങനെ നോക്കിയാൽ അയ്യൂബ് നബി അലൈഹി സ്വലാമിന്റെ ഭാര്യ, അവരുടെ ജീവിതം നോക്കിയാൽ നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണ്. നമ്മുടെ കുടുംബജീവിതം വളരെ സന്തോഷകരമാകാൻ, നമ്മുടെ കുടുംബജീവിതം സ്വർഗത്തിൽ പോയി എത്തി അവിടെയും സന്തോഷകരമാകാൻ നമ്മുടെ പെണ്ണുങ്ങൾ ഒഴിവാക്കേണ്ട രണ്ട് സ്വഭാവമുണ്ട്. പുരുഷന്മാർ ഒഴിവാക്കേണ്ട സ്വഭാവത്തെ കുറിച്ച് ഇൻഷാ അല്ലാഹ് നാം സംസാരിക്കുന്നുണ്ട്. സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സ്വഭാവം നമ്മുടെ ഭാര്യമാരിൽ ഉണ്ടെങ്കിൽ ആ കുടുംബത്തിനും സന്തോഷം ഉണ്ടാവൂല. അത് നാം ഒഴിവാക്കിയേ പറ്റൂ. മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, കാരണം നര ബാധിക്കുന്ന പ്രായത്തിന് മുമ്പായി നര ബാധിക്കും ഇത്തരത്തിലുള്ള ഭാര്യമാരുണ്ടെങ്കിൽ എന്നാണ്. അപ്പൊ നമ്മുടെ ഭാര്യമാർ അൽഹംദുലില്ലാഹ് അള്ളാഹു നമുക്ക് നല്ല ഭാര്യമാരെ നൽകിയിട്ടുണ്ട്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സും സ്വർഗത്തിന് ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. ഒന്നാമത്തെ സ്വഭാവം, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നീ വീട്ടിലേക്ക് പ്രവേശിച്ച സബ്ബത്തുക, നിന്നെ അവളെ നാവ് കൊണ്ട് അസ്വസ്ഥതപ്പെടുത്തുന്ന ഭാര്യ. വീട്ടിലേക്ക് പ്രവേശിച്ചാൽ മതി തുടങ്ങി ഒരുപാട് കുഴപ്പങ്ങളും പലതും പറയാനും നാവ് കൊണ്ട് വല്ലാത്ത ബുദ്ധിമുട്ടിക്കുന്ന ഭാര്യയാണോ നിന്റെ ഭാര്യ, എന്നാൽ നിന്റെ എല്ലാ സ്വസ്ഥത നഷ്ടപ്പെടും, സ്വർഗം നഷ്ടപ്പെടും. അള്ളാഹു കാക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട ഭാര്യമാരെ, നമുക്കൊരുപാട് പരാതികളൊക്കെ പറയാനുണ്ടാകാം. ഭർത്താവ് വീട്ടിൽ കയറുമ്പോൾ അതാകരുത്. അങ്ങനെയാണെങ്കിൽ അത് പറയേണ്ട രീതി നമുക്ക് പറഞ്ഞ് അവതരിപ്പിക്കണം. അതല്ലാതെ 24 മണിക്കൂറും ഭർത്താവിനെ നാക്ക് കൊണ്ട് ശല്യപ്പെടുത്തിക്കൊണ്ട്, മോശമായ വാക്കുകൾ പറഞ്ഞുകൊണ്ട്, അതുപോലെ ശാപവാക്കുകൾ പറഞ്ഞുകൊണ്ട് ഒരിക്കലും വേദനിപ്പിക്കരുത്. നാം ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് മാറ്റങ്ങളൊന്നും പ്രത്യേകിച്ച് ഉണ്ടാവാൻ പോകുന്നില്ല. അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന വാക്കുകളാണെങ്കിൽ, അതേ സമയത്ത് ഭർത്താവിന് അസുഖമില്ല ഉള്ള സമയത്ത് അവഗണിക്കുന്ന ഒരു രീതി, ഇതൊക്കെ പ്രത്യേകിച്ച് ഭർത്താക്കന്മാരാണ് ഇക്കാര്യത്തിൽ പ്രത്യേകിച്ച്. കാരണം ഭാര്യക്ക് അസുഖമാണ് എന്ന് അറിയുമ്പോഴേക്കും മറ്റൊരു വിവാഹം കഴിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. ഭാര്യക്ക് അസുഖം വന്നിട്ടില്ല, ആ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെടാൻ സാധ്യത ഉണ്ട് എന്ന് അറിയുമ്പോഴേക്ക് തന്നെ ഒഴിവാക്കി എത്രയോ ഭർത്താക്കന്മാരുണ്ട്. കാരണം രോഗം എന്നുള്ളത് അള്ളാഹു നൽകുന്നതാണ്. ആ രോഗത്തിന്റെ പേരിൽ ഒഴിവാക്കുകയാണെങ്കിൽ നിന്നെയും മരിക്കുന്നതിന് മുമ്പ് ആ രോഗം പിടികൂടും, നിന്നെയും അള്ളാഹു പരീക്ഷിക്കും. അതുകൊണ്ട് അള്ളാഹു നമുക്ക് നൽകിയ ഭാര്യമാർ, ആ ഭാര്യ എങ്ങനെ ഉണ്ടെങ്കിലും അവളെ ഇങ്ങനെ ശരിയാക്കി നമുക്ക് നന്നാക്കി എടുക്കാൻ പറ്റൂല. കാരണം വളഞ്ഞു എല്ലുകൊണ്ടാണ് സൃഷ്ടിച്ചത്. അതിനെ ശരിയാക്കാൻ പോയാൽ അത് പൊളിഞ്ഞു പോകും. ആ വളവോട് കൂടി തന്നെ സന്തോഷത്തിലായിരിക്കണം. കാരണം നാം വരച്ച വരയിൽ ഭാര്യ നിൽക്കണം എന്ന് നാം ഉദ്ദേശിക്കുകയാണെങ്കിൽ ഒരിക്കലും കുടുംബജീവിതം സന്തോഷത്തിൽ പോവുകയില്ല. ഭാര്യമാറാകുമ്പോൾ മലക്കൊന്നുമല്ല, ചെല്ലത്തെറ്റുകൾ വരും. ഇപ്പോൾ നാം അതുപോലെ ഭർത്താവിന്റെ ഭാഗത്ത് അങ്ങനെയാണ്. ഭർത്താവ് വീട്ടിലേക്ക് കയറുമ്പോൾ നാവ് കൊണ്ട് അസ്വസ്ഥതപ്പെടുത്തുന്ന, മോശമായത് പറയുന്ന, വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയുന്ന ഭാര്യയാണോ നമ്മുടെ വീട്ടിലുള്ളത്, നമ്മുടെ വീടിന്റെ ബർക്കത്ത് അല്ലാഹു ഊരിക്കളയും. ആ വീട് ഒരിക്കലും സ്വർഗീയ വീടാവുകയില്ല എന്നുള്ളതാണ്. രണ്ടാമത് നോക്കൂ,
മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യൂബ് നബി അലൈഹി സ്വലാമിന്റെ ശരീരത്തിൽ എല്ലാ രോഗങ്ങളാണ്, ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും, ഒരു സൂചിയുടെ മുന പോലും വെക്കാൻ സ്ഥലമില്ല, അത്രയ്ക്ക് രോഗബാധിതനായിരിക്കുന്ന അയ്യൂബ് നബി അലൈഹി സ്വലാമിനെ ആ സമയത്ത് പോലും ഭാര്യ ഏറ്റെടുക്കുകയും ഭാര്യ തോളിലേറ്റ് ആ ഭർത്താവിനെ കൊണ്ട് ഒരുപാട് ഓഫറുകളാണ് ഭാര്യയ്ക്ക് നൽകിയിട്ടുള്ളത്. നീ അവനെ ഒഴിവാക്കുക, നിനക്ക് നല്ല സുന്ദരന്മാരായ ഭർത്താക്കന്മാരെ ഞങ്ങൾ തരാമെന്ന് പലതും പറഞ്ഞു. ആ സമയത്ത് മുറുകെ പിടിച്ച ചരിത്ര സംഭവങ്ങൾ വിശാലമാണ്, അതിലോട്ടൊന്നും പോകുന്നില്ല. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നീ അവളെ കൂടെ ഇരിക്കുമ്പോൾ വലിയ സന്തോഷത്തിലായിരിക്കും, നീ മറഞ്ഞു എന്ന മനസ്സിലായാൽ ആ സന്ദർഭത്തിൽ നിന്നവൾ വഞ്ചിക്കുന്നവളാണെങ്കിൽ ആ ഭാര്യ നമ്മുടെ വീട്ടിൽ അപകടമാണ്. അത്തരക്കാരുള്ള വീട്ടിന്റെ ഭർത്താവിന്റെ ആയുസ് കുറയും എന്നാണ്. നീ ഇരിക്കുന്ന സമയത്ത് നിന്റെ കൂടെ സന്തോഷത്തിൽ, നീ മറഞ്ഞു എന്ന് മനസ്സിലായാൽ അവൾ വഞ്ചിതയാണ്. അവളുടെ ശരീരത്തിലൂടെയോ പല രീതിയിൽ അവൾ നിന്നെ വഞ്ചിക്കുകയാണെങ്കിൽ ആ വീട് ബർക്കത്ത് നഷ്ടപ്പെട്ട വീടാണ്. ഇന്ന് എത്ര ഭാര്യമാർ, എല്ലാവരും ചില ആളുകൾ, ഭർത്താവ് വിദേശത്താണെങ്കിൽ അവരുടെ ശാരീരിക സുഖത്തിന് വേണ്ടി, ചെറിയ സുഖത്തിന് വേണ്ടി, എന്റെ പ്രിയമുള്ളവര്, എന്തൊക്കെയാണ് ഭർത്താവ് ചെയ്ത സൗകര്യങ്ങളെല്ലാം താൻ സ്നേഹിക്കുന്ന ആൾക്ക് വേണ്ടി നൽകുന്ന, അവൻ കഷ്ടപ്പെടുന്ന ആ വേദനകൾക്ക് ഒരു പരിഗണനവും നൽകാതെ എത്രയാളാണ് വഞ്ചിക്കുന്നത്. ഈ വഞ്ചന എന്റെ പ്രിയമുള്ളവരെ ദുനിയാവിലും അനുഭവിക്കേണ്ടി വരും, ആഖിറത്തിലും അനുഭവിക്കേണ്ടി വരും. അള്ളാഹു നമുക്ക് നൽകിയ ഭർത്താവ് ചിലപ്പോ ആരോഗ്യം കുറവുള്ള ഭർത്താവായിരിക്കാം, ചിലപ്പോൾ ശാരീരിക ശേഷി കുറവായിരിക്കാം, എന്നാൽ അള്ളാഹുക്ക് വേണ്ടി ക്ഷമിച്ചു നിൽക്ക്. എനിക്ക് ഏകദേശം 10, 30, 35 ചിലപ്പോ പ്രായമായിരിക്കാം. നീ ഇനി ജയിച്ചാൽ തന്നെ, ജീവിച്ചാൽ തന്നെ അള്ളാഹു ആയുസ് തന്നാൽ ഒരു 10, 15, 20 കൊല്ലമേ നീ ജീവിക്കുള്ളൂ. പിന്നെ മരണപ്പെട്ടു പോകേണ്ടതാണ്. മരണപ്പെട്ടാൽ അവിടെ ശാശ്വതമായ ലോകമാണ്. അവിടെ അള്ളാഹു നിന്റെ ഭർത്താവ് നല്ല ആരോഗ്യമുള്ള ഭർത്താവായി, നീ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഭർത്താവായി നിനക്ക് അള്ളാഹു നൽകും. നീ ഇവിടെ ഈ സ്വഭാവം ഒഴിവാക്കിയാൽ, ഈ സ്വഭാവം നീ ഒഴിവാക്കാതെ ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ടാണോ നിന്റെ ജീവിതം മുന്നോട്ട് പോകുന്നെങ്കിൽ തീർച്ചയായും ഭർത്താവ് അറിഞ്ഞില്ല, ആരും അറിഞ്ഞില്ല, ഞാൻ രക്ഷപ്പെട്ടു എന്ന് ഒരിക്കലും വിചാരിക്കല്ലേ. അള്ളാഹു നിന്നെ പിടിച്ച് ശിക്ഷിക്കും. ദുനിയാവിലും അനുഭവിക്കേണ്ടി വരും, പരലോകത്തും അനുഭവിക്കേണ്ടി വരും. ഈ രണ്ട് സ്വഭാവമുള്ള ഭാര്യമാരാണ് നമ്മുടെ വീട്ടിൽ. എന്നാൽ ആ വീട്ടിന്റെ ബർക്കത്തിൽ ആ വീട് നരകീയ വീടായി മാറും. അള്ളാഹു നമ്മുടെ വീട് സ്വർഗീയ വീടാകട്ടെ. അൽഹംദുലില്ലാഹ്, എത്രയോ നല്ല സഹോദരിമാർ, അവരുടെ ജീവിതം നോക്കണം. അവരുടെ ജീവിതത്തിലെ ഉപദേശങ്ങളൊന്നും പറയണ്ട, അവരുടെ ജീവിതം തന്നെ ഒരു ഉപദേശമാണ്. എന്ത് മനോഹരമായ ജീവിതമാണ്, എന്ത് അച്ചടക്കമുള്ള ജീവിതമാണ്. ഇവിടെ ദാമ്പത്യ ജീവിതം പ്രായമായിട്ട് പോലും ആ ഭർത്താവിനോട് കാണിക്കുന്ന സ്നേഹവും ആദരവും ഒക്കെ കാണുമ്പോൾ അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഇന്ന് വിവാഹം കഴിഞ്ഞ് 1 or 2 ആഴ്ച അല്ലെങ്കിൽ 1 മാസം അല്ലെങ്കിൽ 1 വർഷം കഴിയുമ്പോഴേക്കും തുടങ്ങി അടിപിടി പ്രശ്നങ്ങളും, പിന്നെ ഒഴിവാവലും പ്രശ്നങ്ങളും, പിന്നെ ഇസ്സത്തിന് വേണ്ടി അങ്ങനെ ജീവിച്ചു പോകുന്നവരൊക്കെ ഉണ്ട്. അള്ളാഹു നമ്മുടെ ദാമ്പത്യ ജീവിതം അള്ളാഹു സന്തോഷത്തിലും റാഹത്തിലാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.